ഇപ്പൊ ഈ ഹിജാബിന്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ, മുസ്ലിം സഹോദരിമാരുടെ തട്ടത്തിന്റെ വിഷയം പറയുന്നുണ്ടല്ലോ, അവരുടെ പർദയുടെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞ് തുപ്പിത്തരുന്ന ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞു വന്നതാകുന്ന ആളുകളുണ്ടല്ലോ. ഇതിന്റെയൊക്കെ പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒന്ന് മാത്രം, ഇസ്ലാമിനോടുള്ള പേടി, ഇസ്ലാമിനോടുള്ള ഭയപ്പാട് മാത്രം. എങ്ങനെ ഭയപ്പെടുന്നു? ഇസ്ലാം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നു. ആളുകൾ അനുദിനം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ ഈ വിഷയത്തിൽ ഒറ്റ ഒരാളുടെ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഹിജാബിന്റെ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നത്. ഇപ്പൊ എറണാകുളത്തെ പള്ളുരുത്തി സ്കൂളിൽ നടന്ന വിവാദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രൈസ്തവമാകുന്ന അവരുടേതാകുന്ന നേതൃത്വത്തിലുള്ള സ്കൂളിൽ ഏകദേശം 136ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിലൊരു പിതാവിൻ്റെതാകുന്ന വർത്തമാനം ചർച്ച ചെയ്യപ്പെട്ടു ചാനലുകളിൽ. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് തലയിൽ തട്ടമിട്ട് കൊടുത്തു. ഹിജാബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു അറബി പദം തന്നെ കൊണ്ടുവന്ന ചാനലുകൾ ചർച്ച ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ എന്താ ലക്ഷ്യം? ഒരു ദുരൂഹത സൃഷ്ടിക്കുക. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറയെന്നാണ്. മറയെന്ന് പറയുന്നത് പഴയ കാലത്തുകൊണ്ട് ഇക്കാലത്തുകൊണ്ട്. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് മറഞ്ഞടന്നിരുന്നു. എങ്ങനെ? ഒന്നില്ലെങ്കിൽ അവർ പുറത്ത് തന്നെ ഇറങ്ങലില്ല. വളരെ അത്യാവശ്യ ഘട്ടത്തിലെ പഴയ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ പുറത്തിറങ്ങാറുള്ളൂ. വളരെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇറങ്ങാവുള്ളൂ. അത് തന്നെ ഒരു മറയാണ്. എപ്പോഴും ഒരു വീട്ടിനുള്ളിൽ തന്നെ മറഞ്ഞു നിൽക്കും. ആവശ്യമില്ലാതെ ഇറങ്ങലില്ല. ഇനി അഥവാ ഇറങ്ങിയാൽ തന്നെ അന്യരാകുന്ന പരപുരുഷന്മാർ നിൽക്കുന്ന ഒരു സദസ്സിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരു കുട, ആ കുട കൊണ്ടെങ്കിലും മറ പിടിച്ചിട്ട് ഇങ്ങനെ പോകും. കുട ചെരിച്ചു പിടിക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ പഴയ കാലത്ത്? ആ കുട ഇങ്ങനെ ചെരിച്ചു പിടിക്കും ഉമ്മമാര്. എന്താ കാരണം? അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ തന്നെ കാണണ്ട. അത് തന്നെയാണ് മറ. അന്യരിൽ നിന്ന് മറയ്ക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഹിജാബാണ്. അന്യരാകുന്ന പരപുരുഷന്മാർ തമ്മിലുള്ള ഇടകലരൽ പാടില്ല സ്ത്രീകൾക്ക്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. മതത്തിന്റെ നിയമം തന്നെയാണത്. അത് നിയമമാണ്. ഈ മതത്തിന്റെ നിയമങ്ങളും ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അതനുസരിച്ചുകൊണ്ട് വസ്ത്രദാനം നടത്തിക്കൊണ്ട് പോകാനുള്ള മൗലിക അവകാശം ഇന്ത്യയിലെ ഭരണഘടന കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനും അനുശാസിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് പോകുന്നത്. സിന്ദൂരം ചാർത്തപ്പെട്ടതാകുന്ന സ്ത്രീകളും അതുപോലെ തന്നെ പൊട്ടുകുത്തിയതാകുന്ന സ്ത്രീയുമടക്കം അവരൊക്കെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ വന്നു ചേരുന്നതിന് ആരും വിലക്കേർപ്പെടുത്തുന്നില്ല. നമ്മുടെ സദസ്സുകൾ വരുന്നത്, കല്യാണത്തിന് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിക്കൂടങ്ങളിൽ മുസ്ലിം ദേവാലയങ്ങളിൽ പൊട്ടുതൊട്ടതാകുന്ന ഒരു കുട്ടി പഠിക്കുന്നതിന് ആരെങ്കിലും എതിർ നിൽക്കാറുണ്ടോ? ഒരാളും എതിർ നിൽക്കാറില്ല. കന്യാസ്ത്രീകൾ അവരുടേതാകുന്ന ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു പ്രിൻസിപ്പൽ. എന്നിട്ട് പരസ്യമായിട്ട് പറയുന്നു, ഈ ശിരോവസ്ത്രം, ഞാൻ അണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശിരോവസ്ത്രം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പറ്റില്ല എന്ന അർത്ഥത്തിൽ. അപ്പോ അത്ര വലിയ വിരോധാഭാസമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവര് ധരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വസ്ത്രമാണ്. ഈ തലയിലെ തട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച. പക്ഷെ ചാനലാകുന്ന ചാനലുകൾ മുഴുവനും മുസ്ലിമിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഒരു പെണ്ണിന്റെ കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങൾ മറച്ചിട്ട് ഇങ്ങനെ മൂടുപടം ധരിച്ചുകൊണ്ട് നടക്കാനാണ് ആ പിതാവ് ആവശ്യപ്പെടുന്നത് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ച കൊണ്ടുവരികയാണ്. ഇത് കാണുമ്പോൾ നമ്മൾ തന്നെ പറയും, മുസ്ലിമുകൾ തന്നെ, എന്തിനാ അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നത്? നമ്മൾ മനസ്സിലാക്കി അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ തലയിൽ ഒരു തട്ടം ഇട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഈ ചർച്ച. യഥാർത്ഥത്തിൽ തട്ടമിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മസല. തട്ട ഇട്ടുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾ അവർ വിദ്യാഭ്യാസം നുകരുന്നു, ഒരു തടസ്സവും ഇല്ല. സിഖുകാര് തലയെക്കെട്ട് ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നുകരുന്ന ഒരു ചർച്ചയില്ല. എന്നാൽ മുസ്ലിമാക്കപ്പെട്ടതാകുന്ന ഒരു സഹോദരി അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ മോമിനായി നിലകൊള്ളുന്ന കാലഘട്ടത്തോളം തലമറച്ചുകൊണ്ട് അവൾ വന്നുകൊണ്ട് നിൽക്കുന്നത്, ഔറത്ത് മറയ്ക്കുന്നത്, നഗ്നം മറയ്ക്കുന്നത് പാടില്ല, അതങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ വിവാദം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്ക് പരിചയമാണല്ലോ കാസർഗോഡുകാർക്ക്. മാണ്ഡ എന്ന് പറയുന്നതാകുന്ന മാണ്ഡയിലുള്ളതാകുന്ന കോളേജിലേക്ക് ഒരു പെൺകുട്ടി, മുസ്കാൻ ഖാൻ എന്ന് പേരുള്ളതാകുന്ന ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് കടന്നതാകുന്ന ആ പെൺകുട്ടിക്ക് മുന്നിൽ അലറി വിളിച്ചുകൊണ്ട് സംഘികളാകുന്ന ചെറുപ്പക്കാര് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആ കുട്ടിയെ തടഞ്ഞു നിർത്തിയപ്പോ ആ കുട്ടി രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയതാകുന്ന രംഗം മുസ്ലിമീങ്ങൾ ചെറുപ്പക്കാര് മറന്നിട്ടുണ്ടാവില്ല അല്ലേ? കണ്ടിട്ടില്ലേ? നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞു പോയതാണ്, വലിയ കാലൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റുകളിൽ ഉണ്ടാകും. ഇന്ന് കേരളത്തിലുണ്ടായി, നാളെ തമിഴ്നാട്ടിൽ വരും, മറ്റന്നാളത് കർണാടകയിൽ വരും.
കർണാടക സ്റ്റേറ്റിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മാണ്ടയിലുള്ളതാകുന്ന കോളേജിലേക്ക് പഠിക്കാൻ വന്നതാകുന്ന വിദ്യാർത്ഥി തലമറച്ച് വന്നപ്പോ സംഘികളാകുന്ന ആളുകൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിയ സംഭവം. ആ പെൺകുട്ടി അപ്പോൾ മുഷ്ടി ചുരുത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് യാതൊരുവിധ പേടിയുമില്ലാതെ ചെറുപ്പക്കാർക്കിടയിലൂടെ കോളേജിലേക്ക് കടന്നു പോകുന്ന രംഗം മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആർജവം പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസികൾക്കുണ്ടാവണം. ദീൻ വിട്ടിട്ട് യാതൊരുവിധ കളിയും പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് പരസ്യമായിട്ട് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിലെ പ്രിൻസിപ്പൾ എന്ന് അവകാശപ്പെടുന്ന ആ സിസ്റ്റർ അടക്കം പരസ്യമായി ഇന്നുകൊണ്ട് ചാനലുകളാകുന്ന ചാനൽ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന ബാക്കിയുള്ളതാകുന്ന രക്ഷിതാക്കൾക്ക്, കുട്ടികളുടെ രക്ഷിതാക്കൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ആരും തലമറയ്ക്കാതെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഏത് കുട്ടികൾ? മുസ്ലിമീങ്ങളാകുന്ന മക്കൾ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നമ്മൾ എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിലും അവർ പഠിപ്പിക്കുന്നതാകുന്ന സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളിലൊക്കെ മുട്ടുകുത്തിയുന്നുകൊണ്ട് പ്രാർത്ഥനകൾ പരിപൂർണമായി ഭാഗമാക്കാകുന്ന കുട്ടികൾ അവർ ഈ രീതിയിലുള്ളതാകുന്ന വസ്ത്രവിധാനം വേണം, യൂണിഫോം വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അവർ പറയുന്നതാകുന്ന ആശയങ്ങൾ കേട്ടുകൊണ്ട് ഓശാന പാടിക്കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മുസ്ലിം തമ്പുരാക്കന്മാർ, മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ നല്ലതുപോലെ മനസ്സിലാക്കട്ടെ. നമ്മുടെ മക്കളിൽ ഭൂരിഭാഗം ആളുകൾ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ നിന്നും പരിപൂർണമായി മാറിപ്പോകുന്നു എന്നുള്ള വസ്തുത അറിയാതെ പോകരുത്. എന്തുകൊണ്ട് നമ്മുടെ മക്കളിൽ ഈ നിരീശ്വരവാദം വരുന്നു? എന്തുകൊണ്ട് നമ്മുടെ മക്കളിൽ യുക്തിവാദം വരുന്നു? എന്തുകൊണ്ട് വലുതായ കുട്ടികളുടെ തലയിൽ തട്ടമിടാൻ വേണ്ടി വാപ്പ പറയുമ്പോ, ഉമ്മ പറയുമ്പോ മനസ്സില്ല മനസ്സോടുകൂടി തട്ടമിട്ടില്ല എന്ന തരത്തിൽ തലയിലേക്കൊരു നേരിയ തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് കല്യാണ സദസ്സിലേക്ക് പരസ്യമായി നൃത്തനിരങ്ങുകളോടുകൂടി നമ്മുടെ മുസ്ലിം അംഗമാർ കടന്നു വരുന്നു. അവരിൽ ലജ്ജയില്ലാതായി പോയി. കാരണം ചെറുപ്പത്തിലെ കൊടുക്കേണ്ടതാകുന്ന ശീലം കൊടുക്കാതെ, തലയിൽ തട്ടമിടാതെ, ഔറത്ത് ശരിച്ച് മറച്ചും പ്രിയപ്പെട്ടതാകുന്ന പെൺകുട്ടികളെ ജീവിതശൈലി കൊടുക്കാതെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നപ്പോ വലുതായി വരുന്ന കല്യാണത്തിന് വരുന്ന പ്രിയപ്പെട്ടതാകുന്ന പുതിയ പെണ്ണ് ശരീരത്തിൻ്റെതാകുന്ന ആഭരണങ്ങൾ മുഴുവനും അണിഞ്ഞ് പരസ്യമായി മറ്റുള്ളവരിലേക്ക് കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് കടന്നു വരുന്ന വിരോധാഭാസമാകുന്ന പ്രവർത്തനം, തീർത്തും ലജ്ജാവഹമാകുന്ന പ്രവർത്തനമാണ് ഈ ഉമ്മത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രതിക്കൂട്ടിൽ നമ്മൾ തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ വർഷങ്ങളായിട്ട് പള്ളികളും മദ്രസകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുള്ള ആളുകളായിരുന്നു, സമുദായ നേതാക്കളായിരുന്നു, സമ്പന്നതയുടെ അടിത്തട്ടിലുള്ള ആളുകളായിരുന്നു. പക്ഷേ സമൂഹത്തിന് ഗുണപാഠമായി ഏറ്റവും നിലനിൽക്കേണ്ടതാകുന്ന നല്ല പാഠശാലകളും അധ്യാപനശാലകളും സ്കൂളുകളും ഒന്നും നമ്മുടെ തലമുറയ്ക്ക് കൈമാറി കൊടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് എന്തു പറ്റി? ഇന്ന് ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ മഠത്തിൽ പോയി വിദ്യാഭ്യാസം പഠിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ? അവരുടെ കാല് തൊട്ട് വണങ്ങേണ്ട അവസ്ഥയിലേക്ക് ഈ സമുദായം മാറിയില്ലേ? ഞാൻ പള്ളിയിലെ പ്രസിഡന്റാണ്, മഹല്ലിന്റെ നേതാവാണ്, ഞാൻ വലിയതാകുന്ന നേതാവാണെന്ന് പറഞ്ഞ് ചമഞ്ഞിരുന്ന, ദീർഘദൂരം ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, എന്നാൽ കുറ്റം പറയാതിരിക്കുകയുമല്ല. എത്രയോ സമ്പത്തുള്ള ആളുകളായിരുന്നു, അധികാരമുള്ള ആളുകളായിരുന്നു. മാന്യമായി വരും തലമുറയ്ക്ക് വേണ്ടി കൃത്യമായി അവർ നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തുയർത്താത്തതിന്റെ പേരിൽ, ഒരു കോളേജ് സ്ഥാപിക്കാത്തതിന്റെ പേരിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരും തലമുറകൾക്ക് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി മാറ്റിവെക്കാൻ അവർ ഉപകരിക്കാത്തതിന്റെ പേരിൽ ഇന്ന് നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ളതാകുന്ന കലാലയങ്ങൾ ആശ്രയിക്കുന്നു. അപ്പോൾ അവരവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണെന്ന് പറഞ്ഞ് അവരവരുടെ നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവരുന്നു. ഇനി ആരെന്ത് പറഞ്ഞാലും, വിദ്യാഭ്യാസ മന്ത്രി ഇരുന്ന് ചലച്ചാലും ഞങ്ങൾ ഇങ്ങനെ പോകൂ എന്ന് പരസ്യമായിട്ട് ഒരു സിസ്റ്റർ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ കേരളത്തിന്റെ അവസ്ഥ പോയില്ലേ? ആലോചിച്ച് നോക്ക്. വിദ്യാഭ്യാസ മന്ത്രി പറയാണ് ഇവർ പറഞ്ഞത് തെറ്റാണെന്ന്. അപ്പൊ അവര് പറയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ പോവുള്ളൂ. ആലോചിച്ച് നോക്ക്. അവരുടെ തന്റെ ഇടമാണ്. കാരണം എന്തുകൊണ്ട്? അവരുടെ കാൽച്ചുവട്ടിലാണ് ഇന്ന് കുട്ടികൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ എന്റെ വിദ്യാഭ്യാസം, ഞാനതുകൊണ്ട് കുറ്റം പറയുന്നത് അവരെ മാത്രമല്ല, ഈ സമുദായത്തിന് മുമ്പ് നേതൃത്വം നൽകിയിരുന്ന വലിയ വലിയ മേലാളന്മാർ മാന്യമായി കുട്ടികൾക്ക് കൃത്യമായി വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നതിലേക്കുള്ള നല്ല സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാത്തതിന്റെ പേരിൽ നമ്മുടെ തലമുറകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കാൽച്ചുവട്ടിൽ പോയി ദീൻ പണയപ്പെടുത്താൻ. തലയിൽ തട്ടമൊന്നുമില്ല, പോയി ഇരുന്ന് പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിവ് നേടുകയാണ്. എന്താണ് അറിവ്? മാന്യമായ ജീവിതം നയിക്കാനുള്ളതാകുന്ന അറിവാണ് നേടുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ദീൻ വിട്ടിട്ട് നീ നേടുന്ന ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേട്ടം? എത്ര പഠിച്ചിട്ട് കാര്യം?
എന്ത് കാര്യം ഇതുകൊണ്ട്? ഔറത്ത് മൊത്തം തുറന്നിട്ട് വെളിവാക്കിക്കൊണ്ട് നടന്ന് വിദ്യാഭ്യാസം പഠിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് എന്തർത്ഥമാണ്? അതെന്താണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്ന സന്ദേശം? എന്താണ്? പഠിച്ചു വെക്കുന്ന കുറെ ഇംഗ്ലീഷിന്റെ അതാകുന്ന അക്ഷരക്കൂട്ടങ്ങൾ മാത്രമല്ലല്ലോ, പരിശുദ്ധമായ ദീൻ കൈമുതലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടേ അർത്ഥവത്താകുകയുള്ളൂ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ കൊള്ളാം, പക്ഷെ ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്ക്. അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങിയിട്ട് നല്ല തലയത്തുള്ളി തുണിയൊക്കെ ഇട്ടിട്ട് പകുതി അങ്ങ് ഇറങ്ങിപ്പോവാൻ. പക്ഷെ ദുഹറും ഇല്ല, അസറും ഇല്ല, നിസ്കാരവും ഇല്ല, ഇബാദത്തും ഇല്ല, ഖുർആനോത്തും ഇല്ല, അള്ളാഹെ ഓർക്കുന്നുമില്ല, വെറുതെ പൊട്ടുപൊട്ടിട്ട് ചാടി ഇറങ്ങി പോകുന്നു. ഇതുകൊണ്ട് എന്ത് ദീൻ? 3 നേരം മൃഷ്ടാന്ന ഭോജനം വീട്ടിൽ വന്ന് കഴിക്കുന്നു, മൊബൈൽ നോക്കിയിട്ട് ഒരു സൈഡിൽ കയറുന്നു, ലാപ്ടോപ്പിൽ നോക്കിയിട്ട് സിനിമയും കണ്ട് രാത്രി മുഴുവനും അഭിരമിക്കുന്നു. ഇതുകൊണ്ട് എന്ത് ദീൻ? ഇതുകൊണ്ട് എന്ത് ആത്മീയത? ഇതുകൊണ്ട് ഒരു ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന് 95% മുസ്ലിം മക്കളും അമേരിക്കയിലും UK-യിലും അടക്കം വിവിധ രാജ്യങ്ങളിൽ, ചൈനയിലും അടക്കം മക്കളെ വിട്ട് MBBS-നും ബിരുദാനന്തര ബിരുദത്തിനും വേണ്ടി വിടുമ്പോ മക്കൾക്ക് ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. മക്കൾക്ക് ആത്മീയത ഇല്ലെങ്കിൽ പോയി നിസ്കാരം കറക്റ്റാക്കാൻ പറയണം അപ്പായും ഉമ്മായും, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾ അവരുടെ ഔറത്ത് മറച്ച് നടക്കണം, നഗ്നത മറച്ച് നടക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകും, നസീബാക്കുമാറാവട്ടെ. അവൾക്ക് ആ ഭാഗം കൂടി മറച്ചിടൽ നിർബന്ധമാണ്. ശരിക്കും മനസ്സിലാക്കണേ. അന്യപുരുഷരിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നു, ശരീരം മുഴുവനും ഔറത്താണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പെണ്ണിൻ്റെതാകുന്ന ഔറത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ നിന്നുപോലെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ളത് ബാക്കിയുള്ള മുഴുവൻ മറക്കണമെന്നാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അങ്ങനെ നിൽക്കുന്ന പെണ്ണാണെങ്കിൽ പോലും നിസ്കാരത്തിൽ എന്നതുപോലെ ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും മറച്ച് അഥവാ മുഖവും മുൻകൈയും ഒഴിച്ച് നിലകൊള്ളുന്നതാകുന്ന പെണ്ണ് ഒരന്യ പുരുഷൻ തന്നിലേക്ക് നോക്കുന്നുണ്ട് എന്ന് ഉറപ്പായാൽ, അങ്ങനത്തെ ഒരു കാലമല്ലേ ഇത്. താൻ പുറത്തിറങ്ങുമ്പോൾ അന്യരാകുന്ന പുരുഷന്മാർ തന്നിലേക്ക് നോക്കുമെന്ന് ഉറപ്പായ കാലഘട്ടമാണ്. അപ്പോൾ അവർ അതുകൂടി മറക്കണം, അഥവാ ആ മുഖവും മുൻകൈയും കൂടി മറക്കൽ നിർബന്ധം. ആര് പറഞ്ഞതാണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് തുഹഫയിൽ. ഇതിനപ്പുറത്തേക്ക് ഇനി ഇബാറത്ത് തന്നെ ഇല്ല ഷാഫി മദ്ഹബിൽ. ഷാഫി മദ്ഹബരാകുന്ന അയിമ്മത്തുകൾ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തള്ളിയിട്ട് ഇനി ഒന്നും പറയാനില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. കാരണം പ്രവാചകർ പഠിപ്പിച്ചത് അതേപോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളോട് അനുശാസിക്കുക. നമുക്ക് മടിയാണിത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകരെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹൻ നബിയോ, അല്ലയോ സത്യവിശ്വാസികളെ, പരിശുദ്ധ പ്രവാചകരെ മുഹമ്മദ് നബിയേ, ഖുൽ ലി അസ്വാജിക, തങ്ങളുടെ ഭാര്യമാരോട്, തങ്ങളുടെ ഇണകളോട് പറയണേ. വബനാതിക്, തങ്ങളുടെ പെൺമക്കളോട്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള പെൺകുട്ടികളോട് പറയണേ. വനിസാഇൽ മുഅ്മിനീൻ, മുസ്ലിം സഹോദരിമാരോട് പറയണേ, മുസ്ലിം അംഗമാരോട് പറയണേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മുഖമക്കന അവർ പരിപൂർണമായി താഴ്ത്തിയിടണേ. അന്യപുരുഷരിൽ നിന്ന് മുഖവും അവരുടെ ശരീരവും മറക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണെന്ന് വിശദീകരിച്ചവരുമുണ്ട്. അതല്ല, അവരുടേതാകുന്ന ശരീരം മറയുന്ന വസ്ത്രം ഇടുന്നതിനോടൊപ്പം മുഖവും അവരുടെ നെഞ്ചിന്റെ ഭാഗം കൂടി മറയുന്നതാകുന്ന ജിൽബാബ് കൂടി ധരിക്കണേ എന്നർത്ഥം വെക്കുന്നവരുമുണ്ട്. ഏതായിരുന്നാലും ആയട്ടെ, ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ചെയ്യുകയാണ്, മുഴുവൻ ആളുകളും അതനുസരിച്ചു. അക്കാലഘട്ടത്തിലുള്ള മുസ്ലിം അംഗമാരൊക്കെ പരിപൂർണമായി അനുസരിക്കുന്നു. അല്ലാഹ് പറയുന്നു, എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? എന്തിനാ ഇങ്ങനെ മുഖം മറയ്ക്കാൻ വേണ്ടി പറയുന്നത്? ഇപ്പൊ സ്കൂളിലെ വിഷയമല്ല, അവിടെ ഇപ്പൊ വസ്ത്രേത വന്നിരിക്കുന്ന തലമറയ്ക്കുന്ന വിഷയമാണ്. നമ്മളല്ലാത്ത കാര്യം പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ മറക്കാൻ വേണ്ടി പറയുന്നത്? അന്യപുരുഷന്മാരെ തൊട്ടൊരു പെണ്ണ് അവനിങ്ങോട്ട് നോക്കുന്നുണ്ട് എന്ന് ഉറപ്പായാൽ ഔറത്ത് മറക്കണം, നഗ്നത മറക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ദാലിക അദിന അയ്യുഅറഫിൻ, പതിവ്രതയാണെന്ന് തിരിച്ചറിയട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. പതിവ്രതകളുടെ വസ്ത്രവിധാനം അതാണ്, അല്ല തുറന്നിട്ട് നടക്കലല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റ് പ്രതിഭാഹരി എന്ന് പറയുന്നതാകുന്ന കായംകുളത്തുള്ളതാകുന്ന ഒരു MLA, അവർ പരസ്യമായി പറഞ്ഞ ഒരു വാർത്ത മീഡിയയിലുണ്ടായി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അല്ലാഹുമ്മ സാലിഹീങ്ങൾ ചേർക്കട്ടെ. വാർത്ത ശ്രദ്ധിച്ചവർ അവർ പറയാണ്, കടകൾ ഉദ്ഘാടിക്കാൻ വരുന്നതാകുന്ന പെൺകുട്ടികൾ സിനിമാ നടിമാരോട്, അത്തരത്തിലുള്ളതാകുന്ന ആളുകളോട് കട ക്ഷണിക്കുന്ന മുതലാളിമാർ തന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, നല്ല വസ്ത്രം ധരിക്കാൻ വേണ്ടി പറയണേ എന്ന് അവർ പറയാ. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. ധാരാ പറഞ്ഞത് മുസ്ലിം സമുദായത്തിലല്ല, അന്യ സമുദായത്തിൽപ്പെട്ടതാകുന്ന വിദ്യാഭ്യാസം ബോധമുള്ള ഒരു അഡ്വക്കേറ്റ് MLA ആയിരുന്ന പ്രതിഭാഹരി എന്ന് പറയുന്ന ഒരു സഹോദരി ഈ കഴിഞ്ഞ ദിവസം പരസ്യമായി വന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ്. ജനങ്ങളിരിക്കുന്ന ഒരു സദസ്സിൽ വന്ന് പറഞ്ഞതാണ്. വലിയ വിവാദമൊക്കെ ആയത്. പക്ഷെ ബോധമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി അവർ പറഞ്ഞതല്ലേ ശരി. നടിമാരൊക്കെ ഇപ്പൊ വരുന്നത് എങ്ങനെയാ? ശരീരത്തിൻ്റെതാകുന്ന ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ മുഴുവൻ പുറത്ത് കാണിച്ചിട്ടാണ് കടകളൊക്കെ ഉദ്ഘാടിക്കാൻ വരുന്നത്. സ്വർണ്ണക്കട ഉദ്ഘാടിക്കാൻ വരികയാണ്, തുണിയില്ലാതെയാണ് വരുന്നത്. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. സ്വർണം കൊണ്ട് തുണി നാണം മറയ്ക്കും, അങ്ങനത്തെ കളി. എന്താണ് അവസ്ഥ? ഇതൊക്കെ ഒരു പ്രശ്നവും. സോഷ്യൽ മീഡിയയിൽ ആരും ചർച്ചയില്ല, ഇതൊന്നും ഒരു ചാനലുകൾക്കും ചർച്ചയില്ല. ഒരു മുസ്ലിം സഹോദരി അവരുടേതാകുന്ന മതത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് തലമറച്ചുകൊണ്ട് സ്കൂളിൽ വന്നപ്പോ അതിനെ വിവാദമാക്കുകയും അതിനപ്പുറം ഒരു കണ്ണ് മാത്രം കാണിക്കുന്നതാകുന്ന ഒരു ചിത്രം കൊടുത്തിട്ട് ബാക്കി മുഴുവനും മറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ ചിത്രം വെച്ച് സോഷ്യൽ മീഡിയയിൽ കവർ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ധരിച്ചു കൊണ്ടുവരാൻ, ഹിജാബ് ഇട്ട് കൊണ്ടുവരാൻ നിങ്ങൾ അംഗീകരിക്കുന്നോ? വോട്ട് ചെയ്യൂ ജനങ്ങളെ എന്ന് ചോദിക്കുകയും ചെയ്യാൻ. ഇത് കാണുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ വരെ അടിയിൽ പറയും, ഇങ്ങനെ വസ്ത്രം ധരിക്കണ്ടെന്ന് പറയൂലേ? അപ്പൊ അവരുടെ ആശയ ഉദ്ദിലെന്ന് എങ്ങനെയെങ്കിലും ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കുക, മുസ്ലിമീങ്ങൾക്ക് തന്നെ വെറുപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് കമലാസുരയ്യ എന്ന് പറയുന്നതാകുന്ന മുസ്ലിം സഹോദരി, മാധവിക്കുട്ടിയമ്മ എന്നാണ് അവരെ വിളിപ്പേര്, വലിയ കവയിത്രിയായിരുന്നു. വലിയ സാഹിത്യമാകുന്ന കവിതകൾ രചിച്ച, ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചതാകുന്ന കേരളക്കരയിൽ വസിച്ചിരുന്ന അവർ മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ച് പർദ്ദ ധരിച്ചുകൊണ്ട് നിലകൊണ്ടവർ പരസ്യമായി പറയുകയും എഴുതുകയും ചെയ്തു, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ തിരക്കേറിയതാകുന്ന ചാല മാർക്കറ്റിലൂടെ ഞാൻ പർദ്ദ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ എന്നെ ആരും നോക്കാറില്ല, എന്നെ ആരും ശല്യപ്പെടുത്താറില്ല. പക്ഷേ ഞാൻ അല്ലാതെയാണ് നടക്കുന്നത് എങ്കിൽ എന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളിലേക്ക്, അംഗലാവണ്യങ്ങളിലേക്ക് കണ്ണുകൾ എറിയുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞത് മാധവിക്കുട്ടി അമ്മയാണ്. ആരെങ്കിലും ചർച്ച ചെയ്തോ? അവരങ്ങനെ പറയാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? കാരണം വിവരമുള്ളവരാണവർ. അറിവ് നേടിയ ആളുകളൊക്കെ വിവരം വെച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞു, ഔറത്ത് മറച്ചു നടക്കുന്നവരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം, നഗ്നത വെളിവാക്കുന്നവരെ താലോലിച്ച് അമ്പാരിയും ചെണ്ടമേളവുമായിട്ട് വിളിച്ചു കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് സേതിൽ കൊണ്ടുവന്നിരുത്തുന്നതാകുന്ന കാലഘട്ടം. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്ക്. നഗ്നത മറച്ചു നടക്കുന്നവരെ അങ്ങനെ ചെയ്യരുത്, തുണി തുറന്നിട്ട് എന്ന് പറയുന്ന കാലഘട്ടം. തുണി ഇല്ലാതെ നടക്കുന്നവരെയോ മുതലാളിമാര് തോളത്ത് കൈയിട്ടിട്ട് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി കൊതി വിടുകയാണ്. നമ്മുടെ റോസമോളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നത്. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സാദാത്യങ്ങളും സമസ്തയുടേതാകുന്ന ഉലമാക്കളും പണ്ഡിതന്മാരും അടക്കം പള്ളികളും വിവിധങ്ങളാകുന്ന ജ്വല്ലറികളും വിവിധങ്ങളാകുന്ന ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഉദ്ഘാടിച്ചിരുന്നിടത്ത് ഇന്നിപ്പോ പള്ളിയിൽ കയറ്റുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ കൊണ്ടുവരുന്നത് തുണിയെടുക്കാത്ത തീമുകളെയാണ്. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ.
ആരാ കൊണ്ടുവരുന്നത്? നാട്ടിലെ വലിയ ഹാജിയാരാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഹാജിയാർ. ഹാജിയാർ 40 ലക്ഷമാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. മറ്റേത് ഉസ്താദിനോ 40 രൂപ, വെറും 40 രൂപ. 10ന്റെ 10 നോട്ടെടുത്ത് റൗണ്ട് ചെയ്തിട്ട് കൈ പിടിപ്പിക്കും. റൗണ്ട് ചെയ്തേ കൊടുക്കുകയുള്ളൂ. കാരണം എന്താ, കൊടുക്കുമ്പോൾ കട്ടിയായിട്ട് പിടിക്കട്ടെ. കൈ പിടിക്കുമ്പോൾ ഉസ്താദിന് തോന്നണം എന്തോ കൂടുതൽ കിട്ടിയത്. അവസാനം റൂമിൽ ചെന്ന് ഉസ്താദ് എണ്ണി നോക്കുമ്പോൾ 100 രൂപയാണ് തന്നത്. 10ന്റെ 10 നോട്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് തന്നെ ഉസ്താദിന് കിട്ടണമെങ്കിലോ രാവിലെ തഹജ്ജുദിന്റെ മേത്ത് ഉസ്താദിനെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട്, ഉസ്താദ് എവിടെ വരണം? കടയുടെ മുന്നിൽ വരണം. കട 3/4% താത്തിരിക്കുകയാണ്. ഷട്ടറിന്റെ അടിയിൽ കൂടെ എഴഞ്ഞു കയറണം. നുഴഞ്ഞു കയറ്റം പഠിപ്പിക്കുകയാണ് ആദ്യമായിട്ട് ഉസ്താദിനെ. കാരണം എന്താ, ഷട്ടർ പൊക്കിയിട്ടില്ല. അവള് 10 മണിക്ക് വരും, തുണിയില്ലാതെ വരുന്നവള്. അതുകൊണ്ട് അവളെ കൊണ്ടേ ഷട്ടർ പൊക്കിക്കുള്ളൂ. അടിയിൽ കൂടെ എഴഞ്ഞു കയറണം. ഇല്ലെങ്കിൽ പുറവ് വഴി ഒരു ചാലിട്ടിട്ടുണ്ട്, അതിലേ കൂടെ എങ്ങനെയെങ്കിലും കടക്കകത്ത് വരണം. ലൈറ്റ് ഇടൂല. ലൈറ്റ് ഇടാനൊക്കെ അവള് വരും. ലൈറ്റും സംഭവങ്ങളൊന്നുമില്ല, LED ബൾബൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ കത്തിക്കുള്ളൂ. ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചിട്ട് ഉസ്താദിനെ അകത്തിരുത്തിയിട്ട് ഒരു ഹത്തം ഓദിച്ചിട്ട് അവസാനം കൊടുക്കുന്ന കൈമടക്കിന്റെ കാര്യം പറഞ്ഞത് 10ന്റെ 10 നോട്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ പറയുന്നത് വേറെ ആരെയും പറയില്ല, നമ്മുടെ തന്നെ. 10 മണിക്ക് ഇല്ല ചെണ്ടമേളയായിട്ട് വരുന്നതാകെ നമുക്ക് കൊടുക്കുന്നതോ 10 ലക്ഷം, 20 ലക്ഷം, 40 ലക്ഷം. 40 ലക്ഷം വരെ നടിമാർക്ക് കൊടുത്ത കഥ എനിക്ക് പറയാണ്ട്, നേരിട്ട് അനുഭവമുള്ള കഥ. വലിയ ഹാജിയാര് 3 ഹജ്ജ് ചെയ്തു, 4-5 ഉംറയൊക്കെ ചെയ്ത മനുഷ്യൻ. പക്ഷെ അവസാനം കൊണ്ടുവന്ന് ചെയ്യുന്ന പടിയാണിത്. 40 ലക്ഷം രൂപ കൊടുക്കാണ് ആളുകൾക്ക്. ആർക്കാ? തുണിയും തോരയില്ല നടക്കുന്ന ആളുകൾക്ക്. എന്തിനാ? ഒരു സെൽഫി കിട്ടിയാൽ മതി. സെൽഫി എടുത്ത് തരുമെന്ന് ചോദിക്കുന്നത്, ഒരു സെൽഫി ഇവരുമായിട്ട്. അത് കഴിയുമ്പോൾ അവർ പോവാണ്, പിന്നെ കഴിയുന്നില്ല. 5 ദിവസം കഴിഞ്ഞപ്പോൾ കട ഷട്ടർ ഇട്ട്, ഷട്ടർ പൊക്കിയത് അതേപോലെ താഴ്ത്തത്. എന്താ, എല്ലാ ബർക്കത്തും പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആളുകൾ അന്ന് കൂടിയ കൂട്ടാണ്. എല്ലാവരും കാണാൻ വന്നത്. ആചാരെ കാണാൻ വന്നതല്ല, ഈ തുണിയില്ലാത്തവളെ കാണാൻ വന്നതാണ്. റാഹത്തായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കി ക്യാമറ താഴേന്ന് വെച്ച് മേളിൽ നിന്നും വെച്ച് ഹെലികോപ്റ്റർ വരുന്നതോടെ മേളിൽ കൂടെ ക്യാമറ വെച്ചൊക്കെ 2-3 ഫോട്ടോ കൊടുത്തോണ്ട് അവന്മാർ പോയി. ഖലാസ്. പിന്നെ ആ വഴിക്ക് ആരും വന്നിട്ടില്ല. ആണോ അല്ലയോ? നമ്മുടെ സമൂഹം നടക്കുന്നതാകുന്ന അക്രമങ്ങളും എത്ര വലിയ മോശപ്പെട്ട പ്രവണതകളുമാണ്. എവിടുന്നാണ് ദീൻ നമുക്ക് കൈമുതലാക്കുന്നത്? നമുക്ക് തന്നെ ഇഷ്ടം തുണിയില്ലാതെ നടക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകനോട് പറയുകയാണ്, യാ അയ്യുഹൻ നബിയോ, നബിയേ, നബിയേ, തങ്ങളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, ലോക മുസ്ലിം അംഗമാരോട് പറയണേ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ഔറത്ത് മറക്കണേ, ജിൽബാബ് ധരിക്കണേ. അന്യരാകുന്ന പരപുരുഷന്മാരെ തൊട്ട് പരിപൂർണമായി നഗ്നത മറച്ചുകൊണ്ട് നടക്കണേ. എന്തിനാണ്? പതിവ്രതകളാണ് അവരെന്ന് വ്യക്തമായി തിരിച്ചറിയട്ടെ. അവർ പതിവ്രതകളാണെന്ന് തിരിച്ചറിയാനും അവരെ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും ഏറ്റവും നല്ല മാർഗമാണിതെന്ന് വിശുദ്ധമായ ഖുർആൻ. അവരെ ഒരാൾ ശല്യം ചെയ്യൂല, പരിപൂർണമായി ഔറത്ത് മറച്ച് നടന്നാൽ. ഖുർആൻ പറയാണ്, ശരിയല്ലേ? ഒരു പെണ്ണ് പ്രായപൂർത്തി എത്തിയ തലം മുതൽ അവരുടെ കല്യാണം വരെ, ആ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനെ കാണിക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ, അതല്ലാത്ത പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും മരണം വരെ, അങ്ങനെ പരിപൂർണമായി നഗ്നത മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ ആരെങ്കിലും ചൂളോടിക്കാൻ വരുമോ? കാരണം എന്താ, ഈ പെണ്ണിനെ ഇന്ന് വരെ അവളുടെ സൗന്ദര്യം മറ്റൊരുത്തം കണ്ടിട്ടില്ല. അവളെപ്പോഴും മറച്ചു നടക്കുക. ഇത് വെളിവാക്കുമ്പോഴാണ് ശല്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ എടുത്തു പറയുന്നു, സംരക്ഷണ വലയം തീർക്കാൻ ഏറ്റവും ഉപയുക്തമാക്കപ്പെട്ട വസ്തുവാണ് എന്ത്? പരിപൂർണമായി നഗ്നത മറയ്ക്കുക. അള്ളാഹ് പറയുന്നു, എന്തിനാണ് ഇത് ജിൽബാബ്, എന്തിനാണ് ഈ തലത്തുണി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഫലായ് ഉദൈന. ഖുർആൻ പറയുന്നു, അവരെ ഒരിക്കലും ഒരാളും ശല്യം ചെയ്യില്ല. വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ അതിലൊരു സത്യവിശ്വാസിക്ക് ഇടപെടാൻ തന്നെ പാടില്ല. അങ്ങനെ ഇടപെടുന്നവർ നരകത്തിലാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹും അവന്റെ റസൂലും ഒരു വിഷയത്തിൽ തീർപ്പ് പറഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ സ്വന്തമായ അഭിപ്രായം പറയാനോ, സ്വന്തമായി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് ജീവിക്കാനോ ഒരു സത്യവിശ്വാസിക്ക് അവകാശമില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം. മുഅ്മിനിന് അവകാശമില്ല.
ഞാൻ ഈ പറയുന്ന തലയിലെ തട്ടവും ഈ ശിരോവസ്ത്രവും ഈ ശരീരം മുഴുവനും മൂടിപ്പതച്ച് നടക്കുന്നതാകുന്ന സ്ത്രീകളുടെ വിഷയമൊക്കെ പറയുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരോടാണ്, അല്ലാത്തവരോട് ചർച്ചയില്ല. മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ദഖല നിസ്വത്തും മിൻ ബനി തമീമിൻ, തമീം ഗോത്രത്തിൽപ്പെട്ടതാകുന്ന ഒരു വിഭാഗം സ്ത്രീകൾ അവരെ കാണാൻ വേണ്ടി വന്നു. ഹദീസിലുണ്ട് ഫഅലൈഹിന്ന റിഖാഖുൻ, അവരുടെ എല്ലാവരുടെയും തലയിൽ നേരിയ തലയത്തുണിയുണ്ട്. നേരിയ തലയത്തുണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുതിയ മണ്ണിന് ഇട്ട് കൊടുക്കുന്ന തലയത്തുണി ഇല്ലേ, അക്കരയിലുള്ളത് ഫുള്ള് കാണാം, ഇക്കരയിൽ നിന്ന് അങ്ങനത്തെ ഐറ്റം. ഇത് അന്നേ ഉണ്ട്. ഇത് അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് തമീം ഗോത്രത്തിൽപ്പെട്ട ഏതാനും സ്ത്രീകൾ മഹദിവറുകളെ കാണാൻ വന്നപ്പോൾ പെണ്ണുങ്ങൾ എല്ലാം തലയത്തുണി ഇങ്ങനത്തെയാണ്, വളരെ നേരിയ തലയത്തുണി ഇട്ടുകൊണ്ട് വന്നിരിക്കുക. മുടിയൊക്കെ കാണാം, അങ്ങനത്തെ തലയത്തുണി. തലയത്തുണി ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഐറ്റം. ഉള്ളിൽ കിടക്കുന്നത് സകലവും പുറത്ത് കാണാൻ നിർത്തം. ഇങ്ങനത്തെ ഐറ്റം ഇട്ടുകൊണ്ട് വന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, ഇൻ കുന്തുന്ന മുഅ്മിനാത്തിൻ ഫലൈസ ഹാദാ ബിസിയാബിൽ മർഅത്ത് അൽ മുസ്ലിമ. ഇത് നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ ഇതൊരിക്കലും മുസ്ലിമീങ്ങളുടേതാകുന്ന വസ്ത്രവിധാനമല്ല. വഇൻ കുന്തുന്ന ഗൈറ മുഅ്മിനാത്തിൻ ഫതമത്തഈന, നിങ്ങൾ മുസ്ലിമീങ്ങളല്ല എങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് സുഖമെടുത്തു. മുസ്ലിമാണോ മുഅ്മിനത്താണോ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ധരിക്കാൻ പാടില്ല. എത്ര മനോഹരമായ വാക്കാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ തന്നെ അവരെല്ലാം തലത്തുണി മാറ്റി. മറ്റൊരു ഹദീസിൽ കാണാം, ദഖലത്ത് ഹഫ്സത്തു ബിൻത് അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്നവരുടെ മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നു. വഅലൈഹാ ഖിമാറുൻ റഖീഖുൻ, നേരിയ ഒരു തലയത്തുണിയുണ്ട്. അപ്പോൾ മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫഅഖദത്ഹാ, അതിനെ ഇങ്ങോട്ട് വാങ്ങി. എന്നിട്ടോ ഫകസ്സറത്ഹാ, അത് കീറി. എന്നിട്ട് ഫകസത്ഹാ ഖിമാറൻ കഫീഫൻ, തന്റെ കൈവശം ഇരുന്ന നല്ല ഒരു കട്ടിയുള്ള തലയത്തുണി എടുത്ത് ആ കുട്ടിക്ക് ധരിപ്പിച്ചു കൊടുത്തു. ഹദീസ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നേരിയ തലയത്തുണി ഇട്ട് വന്നപ്പോഴത്തേക്കും പ്രതിഷേധം അറിയിക്കാൻ, അപ്പൊ അതികൂടെ കീറി, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാല്ലേ, ഇതിന് കൊള്ളൂല. എന്നിട്ട് എന്ത് ചെയ്തു? നല്ല കട്ടിയുള്ള ഒരു തുണിയും കൂടി ഇട്ട് കൊടുത്തു. വേറൊന്നും സ്വന്തമായിട്ട് നല്ല അത്യാവശ്യം കൊള്ളാവുന്ന തലയിലെ ഔറത്ത് മറയ്ക്കുന്ന മുടിയിഴകൾ കാണാത്തതൊന്നുകൊണ്ട് തല മറച്ചു കൊടുത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതൊക്കെ ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളാണെങ്കിലോ കട്ടിയുള്ളത് ഇട്ടുകൊണ്ട് മകൾ വന്നപ്പോൾ നമ്മൾ പറയും, ഇത് എന്തിന് മോക്ക് കാറ്റ് കയറണ്ടേ, മോളിത് മാറ്റും എന്ന് പറഞ്ഞ് വാപ്പ തന്നെ നേരി ഒരു സാധനം വാപ്പ ഇട്ട് കൊടുത്തു. അല്ലാഹു ഹലാസ്. ഉമ്മ മകൾക്ക് ഇട്ടുകൊടുക്കുന്ന വസ്ത്രവിധാനം എങ്ങനത്തെയാണ് ചിന്തിക്ക്. വർഷം എത്രയായി? മകള് 13, 14, 15, 20 വയസ്സായി. ഇപ്പോഴും ശരീരത്തിന്റെ നഗ്നതകൾ പുറത്തു കാട്ടുന്ന വസ്ത്രവിധാനമാണ് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ വല്ലാഹി സുമ വല്ലാഹി നരകം മക്കൾക്ക് വിലക്ക് വാങ്ങി കൊടുക്കാൻ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ തീർത്തു പറയുന്നു, ചെറുപ്പത്തിലെ നിങ്ങൾ പരിപൂർണമായി ഔറത്ത് മറയ്ക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്തിയിട്ടില്ലെങ്കിൽ വലുതായാൽ നിങ്ങൾ പറഞ്ഞാൽ മക്കൾ കേൾക്കില്ല. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇടുവുള്ളൂ, പകുതി സ്വല്പം ഇട്ട് വെച്ചേക്കും, കണ്ടിട്ടില്ലേ? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പിടുത്തോണ്ട് ഇങ്ങനെ പിടിച്ചിടും, പിന്നെ ഇങ്ങനെ പിടിച്ചിടും. അതാരം അവർക്ക് ഇട്ട് ശീലമില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മോഡലാക്കിയിരിക്കുകയാണ്. ഇത് വൃത്തിയായിട്ടൊന്ന് പിൻ ചെയ്തിട്ട് മറയ്ക്കാൻ പോലും ഇന്ന് തയ്യാറല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചതാണ്, സ്ത്രീകളുടെ മുടി എന്നുള്ളത് ഔറത്താണ്, മറക്കേണ്ട വസ്തുവാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്. എത്രത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ഉംറയ്ക്ക് വേണ്ടി ഒരു ഉമ്മ കല്ലിങ്കാലെന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മക്കയിലെത്തി കഅബയുടെ പരിസരത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ ലഹറത്ത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ, നിർബന്ധമായ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരൊറ്റ മുടിക്കഷ്ണം മാത്രം വെളിവായാൽ, ലൗ ലഹറത്ത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ വതാഫത് ബിൽ ബൈത്ത്, പരിശുദ്ധമായ കഅബ മുഴുവൻ തവാഫ് ചെയ്തു 7 പ്രാവശ്യം കഅബയെ വലയം ചെയ്തു. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നമസ്കരിക്കാൻ തുനിയുന്ന ഉമ്മ
നിസ്കരിച്ച് സഅയ് ചെയ്ത് എല്ലാ ഉംറയും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന് ഹജ്ജുമ്മയാണെന്ന് പേര് പറയാൻ നിൽക്കട്ടെ, റജഅത് ബിഗൈരി ഉംറ, ഉംറയുടെ പ്രതിഫലമില്ലാതെയാണ് അവൾ മടങ്ങിയത് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്താ കാരണം? ഒരു മുടിക്കഷ്ണം, ഒരൊറ്റ മുടി, ഒരുപാടൊന്നുമില്ല, ലൗ ലഹറത്ത് ശഅറത്തുൻ മിൻ ശഅറാതിഹാ, ഒരു മുടി മാത്രം വെളിവാക്കിക്കൊണ്ടാണ്. മുടി മറക്കേണ്ടതാണ്, മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മറക്കൽ നിർബന്ധമാണ്. എപ്പോ? ഇഹ്റാമിന്റെ സമയത്ത്. ഹജ്ജിനെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ അതിൽ നിന്ന് ഒഴിവാകുന്നത് വരെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ളതൊക്കെ മറക്കണം. നിസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. ഒരൊറ്റ മുടിയെ വെളിവാക്കിയിട്ടുള്ളൂ. മനപ്പൂർവ്വം അങ്ങനെ വെളിവാക്കിയിട്ടോ മൂല്യാരല്ലേ അയാളെ മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞങ്ങനെ തവാഫ് പൂർത്തീകരിച്ച് നാട്ടിലെത്തിയിട്ട് ഹജ്ജ്മാന്ന് നോട്ടീസ് പേര് വെച്ചോ എന്ന് പറഞ്ഞാൽ പേര് ഉണ്ടാവുള്ളൂ, മഹ്ശറിൽ അദാബായിരിക്കും. അല്ലാഹു മുളക്കാക്കട്ടെ. കാരണം ഉംറയുടെ പ്രതിഫലമോ ഹജ്ജിന്റെ നേട്ടമോ അവർ നേടിയെടുത്തിട്ടില്ല. എന്താ കാരണം? ഒരൊറ്റ മുടി വെളിവാക്കിയ കാരണമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. വലിയ വിഷയമാണ്, ഉദ്ദേശിക്കുന്ന പോലല്ല. അതുകൊണ്ട് മനസ്സിലാക്കണേ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവേ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളുടെ കാല് പോലും വ്യക്തമായി മറയ്ക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. റസൂലുള്ളാഹി പറയുകയാണ്, തുർഖി ശിബ്റം മിന സൗബി, പെണ്ണിനെ വെളിവാക്കാൻ അനുവദനീയമായതാകെ എന്ത് മാത്രം? മുഖവും മുൻകൈയും. ശരിക്കും മനസ്സിലാക്കണേ. അത് തന്നെ അന്യപുരുഷന്മാർ തന്നെ നോക്കുമെന്ന് കണ്ടാൽ എന്ത് വേണം? മറക്കണം. മറക്കാതിരുന്നാലോ ഹറാമാണ്, ശിക്ഷ ഉറപ്പാണ്. എന്നാൽ കാല് വെളിവാക്കുന്ന വിഷയത്തിൽ ആർക്കെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഒരഭിപ്രായം ഇല്ല. കാല് പൂർണ്ണമായി മറച്ചിരിക്കണം. ശരിക്കും പഠിക്കേണ്ട പാടാണ്. ഇന്നിപ്പോ കാല് വെളിവാക്കി അധികം നടക്കുന്നത്. കാലിലെ കുലുസ് കാണിക്കണമെന്നാണ് പറയുന്നത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആമീൻ പറയും. കാലിന്റെ വിരലിൽ ഇഞ്ചി ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഇഞ്ചി കടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ മസാല. കാൽ വിരലിലൊക്കെ ഒരു തളയിട്ട് കൊടുക്കുക, അത് ഇട്ടുകൊണ്ട് നടക്കാൻ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, കാലിലൊരു പ്രത്യേക വളയം, ഒരു കാലേ മാത്രം ഒരു ചരട് കെട്ടുക, അതൊക്കെ ഡൽഹിയിലൊക്കെ ഉള്ളതാകുന്ന വേറെ കൗമിനുള്ള വസ്ത്രവിധാനമാണ്. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ താത്താമാരൊക്കെ അത് വലിയ ശൈലി റോൾ മോഡലാക്കിയിട്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇതിനൊന്നും ഒരു ഇസ്ലാമിക അടിസ്ഥാനം ഇല്ല. അതൊക്കെ തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ്. അത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ പല ആളുകളും വിളിക്കുന്നത് പല പേരാണ്. അല്ലാഹു മളക്കാക്കട്ടെ. ഏതുമായിക്കട്ടെ, കാല് വെളിവാക്കൽ ഒരിക്കലും പാടില്ല. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, തുർഖി ശിബ്റം മിന സൗബി, വസ്ത്രം നെരിയാണിക്ക് താഴോട്ട് ഒരു ചാണ് കൂടി താഴ്ത്തിയിടട്ടെ. കാലിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു ചാണ് കൂടി താഴ്ത്തണേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പെണ്ണുങ്ങളുടെ കാര്യം പറയാം. അപ്പോ ഒരാൾ എഴുന്നേറ്റുന്നിട്ട് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്തേക്കും ഒട്ടക കട്ടിലേക്കും ഒക്കെ കാലെടുത്ത് പൊക്കി വെച്ച് കയറും. അങ്ങനെ കയറുന്ന സമയത്ത് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയാലും ചിലപ്പോൾ മുകളിലേക്ക് കാലിങ്ങനെ പൊക്കി വെക്കുമ്പോ ചിലപ്പോൾ ഏണിയിലേക്ക് കയറുന്ന സമയത്ത് കാലിന്റെ താഴ്ഭാഗം ചിലപ്പോൾ ആ കാലിന്റെ വെള്ളയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോഴോ ഒരു സഹാബി സംശയം ചോദിക്കാൻ. അപ്പൊ നബി എന്താ പറഞ്ഞെന്നറിയോ? അത് കാണുന്നില്ല, കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ഒരു മുഴം കൂടി വെച്ച് നീട്ടണേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പറഞ്ഞേക്ക് നീട്ടം കൂട്ടാൻ ഒരു മുഴം കൂടി അങ്ങോട്ട് നീട്ടിക്കോളാൻ. കാലിന്റെ താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തണമെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചതാണ്, ഒട്ടകത്തിന്റെ പുറത്തേക്കും ഒട്ടക കട്ടിലേക്കും ഒക്കെ കയറുന്ന സമയത്ത് കാലിങ്ങനെ പൊക്കി വെക്കുമ്പോൾ ഒരു ചാൺ താഴ്ത്തിയാലും ചിലപ്പോൾ കാലിന്റെ കാൽപാദത്തിന്റെ താഴ്ഭാഗം അതൊക്കെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോഴോ അവൻ നബിതങ്ങൾ പറഞ്ഞു, ഒരു ചാണ് പോരാ, ഒരു മുഴം അങ്ങോട്ട് നീട്ടിക്കോ വസ്ത്രം. അപ്പൊ കുഴപ്പമില്ലല്ലോ. നിർത്തിയില്ല നബിതങ്ങൾ. എന്നാലും കാണുമെന്ന് പറയാനാണ് ഇനി പോകുന്നതെങ്കിൽ ഒരു മുഴം കൂടി നീട്ടിക്കോ. എന്നാലും കാലിന്റെ ഒരല്പം പോലും കാണാൻ പറ്റൂല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? ഇനി ചാനലുകാർക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഇതിട്ട് തന്നേക്കാണ്. ഇനി നാളെ മുഴുവനെ കാല് കാണാൻ പറ്റൂല എന്ന് കുമ്മന ഉസ്താദ് പറഞ്ഞു. ചർച്ച ചെയ്യും, വേറെ ഒന്നും ഇല്ലല്ലോ, ചർച്ച ഇതൊക്കെ ചെയ്യാന്നുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ.
സാലിഹീങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീനാണ് ഞാൻ ഈ പറയുന്നത്, വേറൊന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്നിട്ടല്ല, ഖുർആനും ഹദീസും വെച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് മുസ്ലിം സഹോദരിമാരാണ് ചർച്ച, ലോകത്തുള്ള മറ്റുള്ളവരോടൊന്നും ഇത് ബാധകമല്ല. അതുകൊണ്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞത്, തമീം ഗോത്രത്തിൽ വന്ന സ്ത്രീകളോട് പറഞ്ഞത്, ഇൻകുന്തുന്ന മുസ്ലിമാത്തിൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ് എങ്കിൽ ഫലൈസ ഹാദാ, ഇത് ഒരിക്കലും മുസ്ലിം സഹോദരിമാരുടെ വസ്ത്രവിധാനമല്ല. നിങ്ങൾ മുസ്ലിമീങ്ങൾ അല്ല എങ്കിൽ ഓക്കെ, ഫതമതഈന, നിങ്ങൾ ദുനിയാവിൽ സുഖം എടുത്തോ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ധരിച്ചു നടക്കാം എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നമ്മൾ ഈ പറയുന്ന മസലയൊക്കെ മുസ്ലിം സഹോദരിമാരെ കുറിച്ചാണ്. എന്തിനാണ് അവർക്കിത് കൊടുക്കുന്നത്? അവർക്ക് സുരക്ഷിതത്വം, ദുനിയാവിലെ സുരക്ഷിതത്വം. ഞാൻ പറഞ്ഞ അത്രയല്ല, ബുദ്ധിയും ബോധവും വിവേകവും ഉണ്ടായിരുന്ന കവയിത്രി, അതാണ് ഞാൻ നേരത്തെ ഉദിപ്പിച്ച മാധവിക്കുട്ടിയമ്മ, അവർ തന്നെ പറഞ്ഞു, ഞാൻ ചാല മാർക്കറ്റിലൂടെ ഈ വസ്ത്രം ധരിച്ചെടുക്കുമ്പോൾ എനിക്ക് വലിയ സുരക്ഷിതത്വമാണ്, എനിക്ക് വലിയ കാവലാണ്. മറ്റൊരു വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ എനിക്ക് വലിയ സംരക്ഷണം കിട്ടിയ വസ്ത്രമാണ് പർദ എന്നവർ പരസ്യമായി വിളിച്ചു പറയുകയാണ്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. അപ്പം ബോധമുള്ള, വിവേകമുള്ള, തൻ്റെ ഇടമുള്ള, പക്വതയുള്ള മുഴുവൻ ആളുകളും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഈ ആദർശത്തെ ആരും എതിർത്തിട്ടില്ല, എല്ലാവരും അംഗീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് കാലം നേരെ തിരിച്ചടിക്കുന്നു. എന്താ കാരണം? നന്മ പറ്റിയ കാലഘട്ടമാണ്. സത്യം വിളിച്ചു പറയുന്നവരെ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കുന്ന കാലഘട്ടം, പോസ്റ്റ് ട്രൂത്തിന്റെ കാലഘട്ടം. സത്യം പറയുന്നവരെ പരിപൂർണമായി തടങ്കൽ കൊണ്ടുപോയിരുന്ന കാലഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, തുണി ഉടുത്ത് നടക്കുന്നവരെ അങ്ങനെ ഉടുക്കരുത് എന്ന് പറയുന്ന കാലഘട്ടം, തുണി ഉടുക്കാത്തവരെ സ്വാഗതമരളിയിരുന്ന് ആനയിക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ദീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ മുറുകെ പിടിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ കൊണ്ടുവരുന്ന സമയത്ത് ഡാർക്കേജ്, ഇരുണ്ട യുഗമായിരുന്നു. അപ്പോൾ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഉത്തമമായ സമുദായം ജനങ്ങൾക്കിടയിൽ കടന്നു വന്നു. നല്ല ഒരു വിഭാഗത്തെ വാർത്തെടുക്കാൻ പറ്റി. ശേഷം ഇങ്ങോട്ട് ഹിജറ 400 ദീൻ ക്ഷയിച്ചതാകുന്ന സമയത്താണ് ആര് കടന്നു വന്നത്? മഹാനാകുന്ന അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. അദ്ദേഹം ദീനിനെ ജീവിപ്പിച്ചു. അപ്പോൾ ജീവസുറ്റനായി മാറി. ലക്ഷക്കണക്കിന് ആളുകൾ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന്റെ പ്രഭയുടെ തീരത്താൽ. 1000 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നും ദീൻ അസ്തമിക്കുകയാണ്. വാളിന്റെ സദസ്സുകളില്ല, സദസ്സുകൾ കേൾക്കാൻ ആളുകളില്ല, ഖുർആൻ കേൾക്കാൻ ആളില്ല, ഖുർആൻ ഓതാൻ ആളില്ല, ദിക്റും സ്വലാത്തിനും താല്പര്യമില്ല, കളിതമാശകൾക്ക് സമയം കണ്ടെത്തുന്നു, റിയാലിറ്റി ഷോകളിൽ മക്കളെ പങ്കെടുപ്പിക്കാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടം. ഈ ഒരു സമയത്ത് നമ്മളും തിരിച്ച് ഒരു മുഹയ്യദ്ദീനായി മാറണം. ദീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇരുണ്ട യുഗത്തിലേക്ക് ജനങ്ങൾ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ദീനിന്റെ കാവൽ പടന്മാരായി മാറണം. ദീൻ മുറുകെ പിടിച്ച് വരണം. ദീനിന്റെ എല്ലാ മസലകളും പരിപൂർണമായി മുറുകെ പിടിക്കണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോകളിൽ അവിടെയുള്ള കഥകൾ മുഴുവനും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മ, ഒരു ചെക്കൻ, ഒരു മകനുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് വിരളി. അവസാനം മഹാനടനെ, വലിയ നടനെ എനിക്കൊന്ന് മുസാഫഹത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അവസാനം മുആനക്ക അടക്കം ചെയ്ത് സംതൃപ്തിപ്പെടുന്ന ഒരു രംഗം നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടില്ലേ? ശിരോവസ്ത്രം ധരിച്ച ഒരു ഉമ്മ തന്നെ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു ഉമ്മ ശിരോവസ്ത്രം ധരിച്ച് മുഖമക്കനൊക്കെ ഇട്ട് നല്ല സാരിയെ കൊടുത്ത്, സെറ്റ് സാരിയെ കൊടുത്ത് സെറ്റായിട്ട് പോയി ആരെ മുസാഫഹത്ത് ചെയ്യാൻ? മഹാനടനെ പോയി മുസാഫഹത്തും ചെയ്തു, മുആനക്കയും ചെയ്തു. അവർക്ക് സന്തോഷമായി. അൽ മർഉ മഅ മൻ അഹബ്ബ ശഫീഉന റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നീ ആരെ ഇഷ്ടം വെക്കുന്നോ, പ്രിയം വെക്കുന്നോ, അവരോടൊപ്പമായിരിക്കും നാളെ നീ എത്തുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അവരെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരവിടെ പോകും. അതല്ല, അറിവില്ലാതെ ചെയ്താണെങ്കിൽ അള്ളാഹു അഫ്വ ചെയ്യട്ടെ, മാപ്പ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്നേ നമുക്ക് ദ്വാരക്കാൻ നിർവൃത്തിയുള്ളൂ. ഞാൻ പറയുന്നത്, ഈമാനിനെ പണയപ്പെടുത്തരുത്. നമ്മൾ മുഖേന 100 കണക്കിന് ആളുകളെ ഈമാൻ തെറ്റുന്നതാകുന്ന പ്രവണതകൾ, അത്തരത്തിലുള്ള ചെയ്തികൾ മുസ്ലിമിന് അന്യമാണ്. പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കാൻ, ഖുർആൻ ഓതുന്നവരാകിൻ, ദിക്റുമായി ബന്ധപ്പെടിൻ, അള്ളാഹുവുമായി ബന്ധപ്പെടിൻ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി തന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ പരിപൂർണ മുറുകെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ആമീൻ പറയൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മെ ഏവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. ഈ സദസ്സിൽ വന്ന് ചേർന്ന മോമിനീങ്ങൾക്കുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസമാണ് പരിപാടിയുടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ.